ഓം ശാന്തി. ഇന്ന് ഈ ലോകത്തിലുള്ള ഒരുപാട് പേരുടെ ഒരവസ്ഥയാണ്, ലോൺ ഒരെണ്ണം നമ്മളെടുക്കും, ഒരു കട എടുക്കും, ആ കടം തീർക്കാൻ വേണ്ടിക്കൊണ്ട് അതിൻ്റെ അടവുകളൊക്കെ തെറ്റുമ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഈ കടത്തിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കും. രണ്ടും മാനേജ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും, അതും എത്തില്ല ഇതും എത്തില്ല. രണ്ടും മാനേജ് ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ ഒരു ലോൺ എടുക്കും. അങ്ങനെ കടം എടുത്ത് എവിടെയും എത്താത്ത രീതിയിൽ താഴ്ന്നു പോകുന്നൊരവസ്ഥ ഒരുപാട് പേര് അവരുടെ സങ്കടമായിട്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണെന്ന് സിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, ഇതിൽ ഒരു ജാലവിദ്യയോ അല്ലെങ്കിൽ മന്ത്രമോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്, പെർഫെക്റ്റ് ആയിക്കൊണ്ടുള്ളതായിരിക്കുന്ന ജാലവിദ്യ. കാരണം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സങ്കടം എന്ന് പറയുന്ന സാധനം അതൊരു ഡീപ്പ് ഇമോഷനാണ്, ആഴത്തിലൊരു ഇമോഷനാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് നമ്മളെ താഴ്ത്തി ഭൂമിയിലും താഴ്ത്തിക്ക് കൊണ്ടുപോകുന്നൊരു സാധനം. ചില നിമിഷങ്ങളിൽ സ്വയം ഇല്ലാതായി പോയാലോ എന്നുപോലും മനുഷ്യൻ വിചാരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുരുങ്ങിപ്പോവുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കടക്കെണി എന്നൊക്കെ പറയുന്നത്. കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും താഴുന്നത് കാണാം. കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഓരോ രീതിയിലുള്ളതായിട്ടുള്ള സങ്കടത്തിൻ്റെ അനുഭവങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ മുറിവിനെ ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നല്ല, അത് പോയി പതിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇനി എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ലാന്ന് തോന്നുന്നൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കുന്നൊരു സാധനമാണ് ഈ കടക്കെണി എന്ന് പറയുന്നത്. ഇതിൻ്റെ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് സ്വയം നമുക്കല്ലാതെ വേറൊരാൾക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എത്ര കടമുണ്ടോ ആ കടത്തിൻ്റെ എമൗണ്ട് കൊണ്ട് തന്ന് നിങ്ങളെ രക്ഷിക്കാൻ നോക്കിയാൽ രക്ഷപ്പെടില്ലെന്നല്ല. പക്ഷേ അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ട് വരണമെങ്കിൽ, നമ്മളുടെ അടുത്തേക്ക് പ്രപഞ്ചം കൊണ്ട് തരണം എന്നുണ്ടെങ്കിൽ, അഥവാ ഏതെങ്കിലും ഒരു മാജിക്കൽ വേല് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഇൻകം ഇൻക്രീസ് ആയിക്കൊണ്ട് പതുക്കെ അതിന് ഓരോന്നിനായിട്ട് കയറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം അനിവാര്യമാണ്, നമ്മുടെ മനസ്സിനെ നമുക്ക് ഹീൽ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിനെങ്ങനെയാണ് ഹീൽ ചെയ്യുക? പുറമേയുള്ള ആൾക്കാരോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. സ്വന്തം മനസ്സിനെങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? ഇതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും, ഏതൊരു രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലും, ധനത്തെ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻ മാറ്റാതെ നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യവും വരില്ല എന്നുള്ളത് ഏറ്റവും പരമമായിരിക്കുന്ന സത്യമാണ്. അപ്പം അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിക്കൊള്ളതായിട്ടുള്ള ഒരു ടെക്നിക്ക് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസമല്ല 2 ദിവസമല്ല സിസ്റ്റർ പറയുന്നത്, എല്ലാ ദിവസവും നിങ്ങളിത് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു പക്ഷേ അങ്ങനെയും സംഭവിച്ചേക്കാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. പല ആളുകളുടെ അനുഭവങ്ങളും അത്തരത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും കുറച്ചായിട്ട് കയറിക്കൊണ്ട് പൂർണ്ണമായിട്ട് അതിന് മുക്തമാവാനുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും തന്നെ ചെയ്യും. ഞാൻ പണ്ടൊരു തവളയുടെ കഥ വീഡിയോ ഇട്ടത് ഞാൻ ഓർമ്മിക്കും. 2 തവളകൾ ഒരു പാലിൽ വീണിട്ട് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് ഒരു തവള എനിക്കിനി ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ കിടന്ന് ചത്തുപോയി. വേറൊരു തവള നീന്തിക്കൊണ്ടേ ഇരിക്കട്ടെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അത് നീന്തി അവസാനം ഇത് കടഞ്ഞ പോലെയായി ആ വെണ്ണ വന്നപ്പോൾ ആ വെണ്ണയിൽ ചവിട്ടി മുന്നോട്ട് ചാടി രക്ഷപ്പെട്ട ഒരു കഥ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെണ്ണ കടയും പോലെ കുറച്ചായിട്ട് പരിശ്രമിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തകളെ മാറ്റുകയാണെങ്കിലും, നമ്മുടെ മനസ്സിൽ നിന്ന് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഉപബോധ മനസ്സിന് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിച്ചാൽ, പതിയെ കുറച്ചായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ട് ഒരു ശക്തമായ പ്രവാഹം നിങ്ങളടുത്തേക്ക് വരും. അതിലൂടെ പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്ന ഒരാൾ ഇന്നെല്ലാം നേടിയെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. ആ സന്തോഷം, ആ അനുഭൂതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നത് കണ്ടുകൊണ്ട് സിസ്റ്റർ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ഗൈഡൻസ് തരാം. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി എന്നെ ഞാൻ തന്നെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാനായിട്ട്. അതിലൊന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നമ്മൾ പുറമേയുള്ള ശബ്ദങ്ങളെ കേൾക്കുന്നതൊന്ന് നിർത്തണം എന്നുള്ളതാണ്. കഴിയുന്നത്ര
എല്ലായ്പ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് ഒരാൾ നമ്മളെ കുറച്ച് മോശമായിട്ട്, കൊടുക്കാനുള്ള ആൾക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മോശം വാക്ക് നമ്മളെ വിളിച്ച് പറയുമല്ലോ, അത് കേട്ട് കഴിയുമ്പോഴുള്ള സങ്കടം തീർക്കാൻ വേണ്ടിക്കൊണ്ട് എത്ര ആൾക്കാരോടൊക്കെ നമുക്ക് പറഞ്ഞ് ആ സങ്കടം തീർക്കാൻ പറ്റും, അതൊക്കെ പറഞ്ഞ് തീർക്കും. എത്ര തവണ നിങ്ങൾ പറയുന്നുണ്ടോ അത്ര തവണ റിപ്പീറ്റ് ചെയ്യണം. ഓർത്തോക്കെ, പലപ്പോഴും പറയുമ്പോൾ നമ്മൾ കരഞ്ഞു പോവും, എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു പോയല്ലോ എന്ന് വിഷമിച്ചു പോവും. ഇതൊക്കെ ഇല്ലാതാക്കാൻ ആദ്യത്തെ വഴി ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു വിദ്യ ഒരിക്കൽ കൂടെ പറയുകയാണ്. രാത്രിയിൽ മാത്രമേ ഈശ്വരന് കത്തെഴുതാവൂ എന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പുറത്താണെന്ന് തന്നെ വിചാരിച്ചോളൂ, ഒരു പേപ്പറും പെന്നും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് എടുത്തിട്ട് ആ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അങ്ങ് എഴുതി കൊടുത്തോ ഭഗവാന്. നിങ്ങളുടെ കൂടെ, നിങ്ങൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് കൂടെ നിൽക്കാനായിട്ട് ഭഗവാൻ തയ്യാറാണ്. ആ ഈശ്വരൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ഭഗവാൻ അങ്ങ് എഴുതി കൊടുത്തേക്കുക. അതോടുകൂടി ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം അങ്ങ് കുറഞ്ഞു പോകും. വേറൊരാളോട് ഷെയർ ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം എത്ര കൂടുതൽ നിങ്ങൾ മറ്റൊരാളോട് പറയുന്നുണ്ടോ അത്രയും ആ കാര്യത്തിൻ്റെ ആക്കം കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. നമ്മുടെ വാക്ക് ആ വിഷമത്തിന് അവർ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കഴിയുന്നതും വർണ്ണിച്ചുകൊണ്ട് വലുതാക്കാതിരിക്കുക. അതിനെ ഭഗവാന് കത്തെഴുതി കൊടുത്തുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക. ആ കത്തെഴുതുന്ന നിമിഷം നിങ്ങൾ ഈശ്വരൻ്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ കേട്ടോളൂ. വിഷമിക്കേണ്ട മോനെ, ഞാനുണ്ടല്ലോ കൂടെ, ശരിയാകും എന്ന് ഭഗവാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എൻ്റെ എത്രയോ അനുഭവങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ സങ്കടത്തിൻ്റെ എത്ര വിഷമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കത്തെഴുതി കഴിയുമ്പോൾ അടുത്ത നിമിഷം ബ്ലോട്ടിംഗ് പേപ്പർ കൊണ്ട് മഷിയെടുത്ത പോലെ മനസ്സ് ശാന്തമാകുന്നതും ശക്തമാകുന്നതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ സിസ്റ്റർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യേണ്ടത്, അത് എഴുതി കഴിയുമ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്ന പോലെ വിഷമിക്കല്ലേ മോനെ, ഞാനുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കല്ലേ മോനെ, ഞാൻ കൂടെ ഇല്ലേ എന്ന് പറയുന്നതായിട്ടൊന്ന് കേട്ടു നോക്കിയേ. നമ്മുടെ ഹൃദയം ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞൊഴുകും. ആ ഒരു സ്നേഹത്തിൻ്റെ ആഘാതത്തിൽ നമ്മുടെ കണ്ണ് വരെ നിറഞ്ഞു പോവും. അങ്ങനെ ആ നിമിഷം, സ്നേഹം അനുഭവിക്കുന്ന നിമിഷം, ഭഗവാന്റെ സ്നേഹത്തിന് അനുഭവിക്കാനുള്ള ഒരവസരമാക്കിക്കൊണ്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. തിന്മയെ നന്മയിലേക്ക് മാറ്റുമ്പോൾ ദുഃഖത്തെ സുഖത്തിലേക്ക് മാറ്റാനുള്ള ഒരു വലിയ പോംവഴിയാണിത്. അങ്ങനെ നമ്മുടെ ഹൃദയം ആശ്വാസമാവുമ്പോൾ ആ മുറിവ് ഇല്ലാതെയാകുകയും ആ സങ്കടം ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം നേരിടേണ്ടി വരുന്നു അപ്പോഴെല്ലാം ഈ ഒരു ചെറിയ വിദ്യേനെ നിങ്ങൾ സ്വന്താക്കാൻ ശ്രമിക്കണം. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത് നമ്മൾ കടന്നു വരാൻ സമ്മതിക്കാതിരിക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന സങ്കടത്തിന് ഒഴുക്കിക്കളയാൻ വേണ്ടിക്കൊണ്ടൊരു പ്രതിവിധി വേണ്ടേ. അതിന് ഏറ്റവും നല്ല സമയം രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സമയം നീക്കിവെക്കാൻ പറ്റുന്നവർക്ക് അത് ഏറ്റവും നല്ല മെത്തേഡാണ്. ഇങ്ങനെ ചെയ്ത് മെഡിറ്റേഷൻ്റെ എൻഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഇപ്പോൾ ഒരു സന്ധ്യാസമയമാണെന്ന് വിചാരിക്കും, മെഡിറ്റേഷൻ ചെയ്ത് 1 മണിക്കൂർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ളതായിരിക്കുന്ന മറ്റുള്ളവർ സംസാരിക്കുന്ന വാക്ക് കേട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈൽ വെച്ചിട്ടുണ്ടാവാം, TV വെച്ചിട്ടുണ്ടായിരിക്കാം. പല പല ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ വന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആ പൂർണ്ണ ഏകാഗ്രതയിൽ നിന്ന് മാറിപ്പോവാനുള്ളതായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില മെഡിറ്റേഷൻ മാസ്റ്റേഴ്സൊക്കെ ഈ ചെവിയിൽ വെക്കാൻ വേണ്ടിക്കൊണ്ടൊരു പ്ലഗൊക്കെ ഓൺലൈനിൽ അത് വാങ്ങാൻ കിട്ടുമെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഇനി കൈ ഇങ്ങനെ കാണിച്ചത് ചെവിയിൽ വെച്ചാൽ പതുക്കെ പതുക്കെ വന്നത് ഫുള്ളായിട്ട് അങ്ങ് ടൈറ്റായിട്ട് നിങ്ങൾക്ക് പുറമെത്തുള്ള ഒരു ശബ്ദവും കേൾക്കാത്ത രീതിയിലായിത്തീരും. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഹെഡ്ഫോണായിട്ട് യൂസ് ചെയ്യലുണ്ടല്ലോ, ഇങ്ങനെ ഫോണിൻ്റെ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഹെഡ്ഫോൺ ഇങ്ങനെയാണ്. അതിൻ്റെ ഈ ഭാഗം കുറച്ച് സോഫ്റ്റാണ്, ഈ ഭാഗം സോഫ്റ്റ് ആയിട്ടില്ല. മറ്റേ സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ ഹെഡ്ഫോൺ വെക്കുമ്പോൾ ഫുൾ ക്ലോസ് ആവില്ല. പക്ഷേ ഈ രീതിയിൽ ഇവിടെ കുറച്ച് കുഷ്യൻ പോലെ അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ചെവിയിൽ ഒട്ടി നിൽക്കുന്ന ടൈപ്പ് ഹെഡ്ഫോൺസ് ഉണ്ട്. അങ്ങനത്തെ ഒരെണ്ണായാലും കുഴപ്പമൊന്നുമില്ല. അതിനെ ചെവിയിൽ ഈ രീതിയിൽ പൂർണ്ണമായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. കൈ ഇങ്ങനെ വെക്കണം എന്നില്ല, ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കയറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഒന്നും കേൾക്കാനില്ല എനിക്ക് പുറത്തെ ശബ്ദം. ഈ രീതിയിൽ ആദ്യം നിങ്ങളെ പുറത്തെ ഒരു ശബ്ദവും കേൾക്കാത്ത രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങളങ്ങ് സെറ്റ് ചെയ്യാം.
ഇത് കഴിഞ്ഞ ശേഷം പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞു നോക്കണം. അപ്പം ഞാൻ നേരത്തെ ഇത് ചെവിയിൽ വെച്ച സമയത്ത് ഞാൻ എന്താ പറഞ്ഞെന്നാൽ എൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ വന്നിട്ടില്ല. ആ രീതിയിൽ ശബ്ദത്തെ, പുറം ലോകത്തെ ശബ്ദത്തെ പൂർണ്ണമായിട്ടും അടച്ചു വയ്ക്കുക. ഒരു ലെവല് വരെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓക്കെ, ഞാനിപ്പോൾ ബാക്കി എല്ലാ ഡോറും ക്ലോസ് ചെയ്തു, പുറം ലോകത്തേക്കുള്ള എല്ലാ ഡോറും അടച്ചു. കാണുന്നത് ആദ്യമേ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്നാണല്ലോ മെഡിറ്റേഷൻ ചെയ്യുക. അതല്ല, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോണ സമയത്താണെങ്കിൽ പോലും ഈ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊരു കാര്യം ചെയ്യും, ഇന്ദ്രിയത്തിലൂടെ എനിക്ക് പുറത്തേക്ക് ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ലാട്ടോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോധ മനസ്സ് കുറച്ച് സൈലൻ്റ് ആവും, ഉപബോധ മനസ്സ് കുറച്ച് ആക്റ്റീവ് ആവും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കുറച്ച് സമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് നല്ലത്, ഉറങ്ങും മുന്നേ ഒരു 10 മിനിറ്റെങ്കിലും ബെഡിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട്, ഇനി നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷനും അറിയില്ല എന്ന് വിചാരിക്കുക, പോട്ടെ, നന്നായിട്ടുള്ളിലേക്ക് ശ്വാസം വലിക്കുക. ശ്വാസം വലിച്ച ശേഷം ശ്വാസം ഉള്ളിൽ പിടിച്ച് നിർത്തിയിട്ട് പതുക്കെ ഓം എന്നുള്ള ധ്വനി പറയുക. അത് എത്ര ലോങ് ആയിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അങ്ങനെ ഒരു 3 പ്രാവശ്യമോ 6 പ്രാവശ്യമോ 9 പ്രാവശ്യമോ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഓം ധ്വനി മുഴക്കി കഴിയുമ്പോൾ പതിയെ നമ്മുടെ ആന്തരികമായിരിക്കുന്ന ചക്രങ്ങളിലൊക്കെ ഒരു എനർജി ആക്ടിവേഷൻ നടക്കും. ആ ആക്ടിവേഷനോട് കൂടിയിട്ട് പൂർണ്ണമായ ശ്രദ്ധേനെ പുറം ലോകത്തിനൊക്കെ മാറ്റിക്കൊണ്ട് ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെ ഞാനിതാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്, ഞാൻ ശാന്തിയുടെ നക്ഷത്രമാണ്, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ചൊരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശാന്തി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ ശാന്തമായൊരവസ്ഥയിൽ ഡയറക്റ്റ് നിങ്ങൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു ഇഞ്ചക്ഷൻ പോലെ കയറി ചെല്ലും. അങ്ങനെ ചെയ്തിട്ട് പറയുക, ഞാൻ സമ്പന്നനാണ്, എൻ്റെ അടുത്തേക്ക് എല്ലാ ഭാഗത്തു നിന്നും ധനം ഒഴുകി വരികയാണ്. ഓരോ വാക്കും പറയുന്നത് ഒരു 11 തവണ ആവർത്തിച്ച് പറയുക, ഞാൻ സമ്പന്നനാണ്. വെറുതെ പറയല്ല, ഫീൽ ചെയ്യണം ആ സമ്പന്നതയുടെ അവസ്ഥ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നവർ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റുക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ മോനോ മോളോ അനിയനോ ചേട്ടനോ അച്ഛനോ അമ്മ എനിബഡി നിങ്ങളൊരു കാര്യം ആവശ്യപ്പെടുന്നു, ഒരു ഗിഫ്റ്റ്, ബർത്ത്ഡേ ആണ്, നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സാധനങ്ങളൊക്കെ കൊടുത്തു, ആരൊക്കെ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷകൾ വെക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയ, കണ്ടു നോക്കുക, അതൊക്കെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ്, യെസ് നടന്നിരിക്കുന്നു, ഞാനതാണ്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ആ ചിത്രം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഹാപ്പിനെസ് വരാൻ തുടങ്ങും. അപ്പം ഞാൻ സമ്പന്നനാണ്. ഈ രീതിയിൽ വേണം ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കാൻ. അപ്പോൾ ഓട്ടോമാറ്റിക് പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് ആ ശാന്തിയുടെ സുഖകരമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന തലത്തിൻ്റെ ഉള്ളിൽ ഒരു ക്ലീൻ ആയിരിക്കുന്ന തെളിഞ്ഞ ഒരു അലയില്ലാത്തതായിട്ടുള്ള ഒരു കുളത്തിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കല്ലിട്ടാൽ അത് പലതവണ ഇങ്ങനെ തരംഗങ്ങൾ പോലെ വരുന്നത് കാണാം. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ആദ്യം ശാന്തമാക്കിയിട്ട് അതിനുള്ളിലേക്ക് ശക്തമായിരിക്കുന്നൊരു സങ്കല്പത്തെ നമ്മൾ അയക്കുമ്പോൾ അത് പലതവണ അവിടെ പ്രകമ്പനം കൊണ്ടുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ ക്ലീൻ ചെയ്യും, അതിനെ പവർഫുള്ളാക്കും. ഒന്നാമത്തെ ചെയ്യേണ്ടത് ഞാൻ സമ്പന്നനാണ്. മറ്റൊന്ന്, എൻ്റെ അടുത്തേക്ക് എല്ലാ ഭാഗത്തും ധനം ഒഴുകി വരികയാണ്. ഫീൽ ചെയ്യുക, എല്ലാ ഭാഗത്തും ഒഴുകി വന്നുകൊണ്ടിരിക്കുക, നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും നിങ്ങൾ 10, 11 തവണ ഇതിന് റിപ്പീറ്റ് ചെയ്ത് പറയുക. അത് കഴിഞ്ഞ ശേഷം, ഈ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ വിഷ്വൽ ചെയ്യണം. ആദ്യത്തിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ളതായിട്ടുള്ള വിഷ്വലൈസേഷൻ പറയുമ്പോൾ പല സ്റ്റെപ്പ് പോവും. ആദ്യം ജസ്റ്റ് ഒരു പിക്ചർ പോലെ കാണാൻ തുടങ്ങും. അതായത് പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു ഈ ശബ്ദമില്ലാതെ വെറും മൂവി മാത്രമായിരിക്കുന്നതായിരിക്കുന്ന സിനിമകൾ. അതുപോലെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കളറായി, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കളറിലേക്ക് വന്നു, സൗണ്ട് വന്നു, സംഗീതം വന്നു, ഇപ്പോൾ ലൈവായിട്ട് കാണാൻ തുടങ്ങി. ആദ്യം ഈ സ്റ്റേജിലാണ് നമ്മുടെ മനോചിത്രങ്ങളും മനസ്സിൻ്റെ സിനിമയും കടന്നു പോവുക. ഫസ്റ്റ് നമ്മൾ വെറുതെ കാണും. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കതിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരാൻ തുടങ്ങും. ഒരാഴ്ചയിലധികം നിങ്ങളിത് റെഗുലറായി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ജീവിക്കാൻ തുടങ്ങും, ആനന്ദിക്കാൻ തുടങ്ങും. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ മണി ഫ്രീക്വൻസി ഹൈ ആയിട്ട് മാറും, സബ് കോൺഷ്യസ് മൈൻഡ് ക്ലീൻ ആയിട്ട് മാറും. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ പ്രതിസന്ധി വരുമ്പോഴും അതിനെയൊക്കെ സാരല്ല, അത് നമുക്ക് ചെയ്യാം, അത് വരും, കൊടുക്കാം, ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് കാണാം. ഇത് നിങ്ങൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങളുടെ എല്ലാ കടങ്ങളും മാറിക്കൊണ്ട് നിങ്ങൾ സമ്പന്നമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സമ്പന്നമായ സന്തുഷ്ടമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.